ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആറാമത്തെ ചാപ്റ്ററാണ് ഡിവിഡൻഡ് ഡിസിഷൻസ്. അപ്പോൾ ഇത് കുറച്ചും കൂടി തിയറി ബേസ് ചെയ്ത് വരുന്നൊരു ചാപ്റ്റർ കൂടിയാണ്. തിയറിക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് അധികം ഉണ്ട്. നന്നായിട്ട് ഈ ഒരു പോർഷൻസ് പഠിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ് ഡിവിഡൻഡ് ഡിസിഷൻ എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. എ ഫേംസ് ഏർണിംഗ് ബിലോങ് ടു ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. ഒരു ഫേം അതിൻ്റെ ഓപ്പറേഷൻ നടത്തിക്കൊണ്ട് നേടുന്ന ഏർണിങ്സിൻ്റെ ഒരു പരിധി വരെ മാർക്ക് വേണ്ടിയാണ്, അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ എൻറ്റയർ ഏണിങ്ങും നമുക്ക് ഒരു ഫേം നടത്തി കിട്ടുന്ന എല്ലാ ഏണിങ്സും നമുക്ക് അവർക്കായിട്ട് കൊടുക്കാൻ പറ്റുമോ? ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും? എത്ര പോർഷൻ നമ്മുടെ കൈവശം വെക്കണം, എത്ര പോർഷൻ അവർക്ക് ഡിവിഡൻ്റായിട്ട് കൊടുക്കണം എന്ന് തീരുമാനം എടുക്കേണ്ടി വരും. അതിനെ തന്നെയാണ് എന്ത് പറയുന്നത്? ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ദ മാനേജ്മെൻറ്റ് ഹാസ് ടു ഡിസൈഡ് വാട്ട് പോർഷൻ ഓഫ് ഏർണിംഗ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ്. മാനേജ്മെൻറ്റ് അപ്പോൾ തീരുമാനിക്കുകയാണ് എത്ര പോർഷനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ആ ഡിസിഷനാണ് എന്ത് പറയുന്നത്? ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അറിയേണ്ട ഒരു വേർഡാണ് എന്താണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അതായത് ഡിവിഡൻഡ് ആർ എ സം ഓഫ് മണി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ എ കമ്പനി ടു ഇറ്റ് ഷെയർ ഹോൾഡേഴ്സ്. It is the share of profit after tax profit distributed among shareholders of the company. It is the reward paid to the shareholders for investment made by them in the shares of the company. അപ്പോൾ ഇത് നിങ്ങൾ ഇത്രയും തന്നെ പഠിച്ചു വയ്ക്കുക. 3 മാർക്കിന് ചോദിച്ചാൽ ഇത് എഴുതുക. ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് മണിയാണ്, അതായത് ഒരു തുക ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ബൈ എ കമ്പനി, കമ്പനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന തുക ആർക്കാണ് കൊടുക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സിൽ കൊടുക്കുന്ന തുകയാണ്. അതല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു ഭാഗം, അതിനെയും പറയാം. അതെങ്ങനെ? ടാക്സ് പ്രോഫിറ്റ്, ടാക്സ് കൊടുത്തതിന് ശേഷമുള്ള ആ ഒരു പ്രോഫിറ്റിനെയാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇറ്റ് ഈസ് ദ റിവാർഡ് പെയ്ഡ് ടു ദ ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഒരു റിവാർഡ് ആവാം, കാരണം അവരുടെ കൈവശമുള്ള പണമാണല്ലോ അവരുടെ കമ്പനികളിൽ നിക്ഷേപിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത് എന്താ? പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്, ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ഷെയർ ഹോൾഡേഴ്സ്. പ്രോഫിറ്റ് നിന്ന് കിട്ടുന്ന ഒരു തുക അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ തന്നെയാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ടൈപ്സ് ഓർ ഫോംസ് ഓഫ് ഡിവിഡൻഡ്. എത്ര തരത്തിലുണ്ട്, എത്ര ടൈപ്പുകളുണ്ട്, അല്ലെങ്കിൽ എത്ര ഫോംസ് ആണ് ഈ ഡിവിഡൻഡ് എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും 5 തരത്തിലാണ് ഡിവിഡൻഡിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷനാണ് ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫോമാണ് ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇവിടെ ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത് ക്യാഷ് ആയിട്ടാണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് ക്യാഷ് ആയിട്ട് തന്നെ ഡിവിഡൻഡ് കൊടുക്കുന്നതിനാണ് ക്യാഷ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇനി അത് തന്നെ 2 തരത്തിൽ പറയുന്നുണ്ട്. റെഗുലർ ഓർ ഫൈനൽ ഡിവിഡൻഡ് ഉണ്ട്,